കലാകിരീടത്തിനായി കൊല്ലത്ത് പോരാട്ടം തുടരുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം 425 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. പാലക്കാടും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം തൊട്ടുപുറകിലുമുണ്ട്. ഇന്ന് മൂകാഭിനയം, ചവിട്ടുനാടകം തുടങ്ങിയ വിവിധ ഇനങ്ങൾ വേദിയിലെത്തും. കലോത്സവ നഗരിയിൽ നിന്ന് ഇപ്പോൾ അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഇന്ന് 3ാം ദിനമാണ്. ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ കണ്ണൂരാണ് മുന്നിൽ. എന്തൊക്കെയാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയതായി നൽകാൻ പറ്റുന്ന വിവരങ്ങൾ? ഹരിത, ഇവിടെ 1ാം വേദിയിൽ ഇപ്പോൾ കുച്ചിപ്പുടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് പറയേണ്ടത്, നമുക്കൊപ്പം ചില കലാകാരന്മാരുണ്ട്. ഇവിടെ കോൽക്കളിക്ക് വേണ്ടിയിട്ട്, അതായത് എന്റെ കയ്യിലിരിക്കുന്ന ഇവര് കളിക്കാൻ ഉപയോഗിക്കുന്ന കോൽക്കളിയാണ്. ഞാനിങ്ങനെ മണിയൊക്കെയുള്ള കോൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവിടെ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളാണ്. പേര് ഫജർ മുഹമ്മദ്. ഇവിടെ സ്കൂൾ ഞങ്ങളുടെ IKTHSS ചെറുകുളമ്പ്, മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങള് മത്സരിച്ചിട്ട് ഫസ്റ്റ് അടിച്ച് വന്നതാണ് ഇവിടെ. മത്സരം നാളെ? അതെ, നാളെയാണ്. ഇന്നിപ്പോ ഞങ്ങള് നേരത്തെ ഇറങ്ങിയതാണ്. കാരണം നമ്മുടെ പെട്ടെന്ന് കേച്ചിട്ട് പോകാനും വേണ്ടിട്ട് സൗണ്ടൊക്കെ ഒരു മെയിൻ ഘടകമാണ് ഞങ്ങൾക്ക് കളിക്ക്. മീഡിയക്ക് വേണ്ടിയിട്ട്, നമുക്കൊക്കെ വേണ്ടിയിട്ട്, ചാനലിന് വേണ്ടിയിട്ട് ഇവർക്ക് മത്സരം നാളെയാണ്. പക്ഷെ ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. അപ്പോൾ അതാണ് ഹരിത. ഇവരുടെ അധ്യാപകനുണ്ട്, ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളുണ്ട്. പേരെന്താ? പേര് മഹറൂഫ് കോട്ടക്കൽ. ഞാൻ ഈ ടീമിന്റെ പരിശീലകനാണ്. കോൽക്കളിയുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് 50 കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വരികയാണ്. 2 ടീം ഇന്നലെ മത്സരിച്ചു. ഇനി 2 ടീമുകൾ മത്സരിക്കാനുണ്ട്. നാളെ ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ടീമാണത്. ഇനി പാലക്കാട് ജില്ലയിലെ ഒരു ടീമും കൂടെ എത്താനുണ്ട്. അപ്പൊ ഇവര് ഈ സാഹചര്യത്തോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നതാണ്. ഓക്കെ, ശബ്ദമൊക്കെ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്. വേഗതയും അതുപോലെ തന്നെ കൃത്യതയും, അതാണ് ഈ കോൽക്കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഈ ഒപ്പം തന്നെ ഈ മണി ഒക്കെ വന്നത്? അതെ, കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കോൽക്കളി നമുക്ക് പൂർണ്ണമായ രീതിയിൽ അതിന് കോലടക്കത്തിനോ അതിൽ പറഞ്ഞ മാനദണ്ഡങ്ങൾക്ക് കോട്ടം തട്ടാതെ കളിക്കാൻ കഴിയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞ ഈ ടീമുകൾ ശ്രീകൃഷ്ണ ജയന്തി, ഗാന്ധി ജയന്തി, പിന്നെ ഓണം വെക്കേഷന്, ക്രിസ്മസ് വെക്കേഷൻ, അതുപോലത്തെ അവധി ദിവസങ്ങൾ മറ്റുള്ള കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇവർ സ്കൂളിൽ വന്ന് കൃത്യമായ പ്രാക്ടീസ് നടത്തുന്നത് കൊണ്ടാണ് വളരെ ഭംഗിയിലും വൃത്തിയിലും ഇവർക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നത്. പിന്നെ പന കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇവരുടെ കയ്യിലുള്ള കോല്. ചെലമ്പ് പിച്ചള കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ചെലമ്പ്. അപ്പോൾ ഇത് ഭയങ്കര അപകടം നിറഞ്ഞൊരു കലാരൂപം കൂടെയാണ്. കൃത്യമായ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്തോ മൂക്കിനോ കണ്ണിനോ ഒക്കെ അടി കൊള്ളാവുന്ന ഒരു കലാരൂപം കൂടെയാണ് ഇത് കോൽക്കളി. പാട്ടുകള് നമ്മള് മാപ്പിളപ്പാട്ടിന്റെ ഇതിവൃത്തത്തിലുള്ള ഏത് പാട്ടുകളും നമുക്ക് തെരഞ്ഞെടുക്കാം. സന്ദേശപ്പാട്ട്, ഉപദേശപ്പാട്ട് തുടങ്ങി കോൽക്കളിയിൽ നമുക്ക് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിൽ വരുന്ന, ആ ഗണത്തിൽപ്പെടുന്ന ഏത് പാട്ടുകളും നമുക്ക് കോൽക്കളിയിൽ പാടാം. നമ്മൾ ഇപ്പോൾ കോൽക്കളിയിൽ ഓരോ വർഷവും നമ്മൾ പുതിയ പാട്ടുകൾ കോൽക്കളിക്ക് വേണ്ടി, ഈ കലാരൂപത്തിന് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുന്നുണ്ട്. ഷംസദ് എടരിക്കോടാണ് നമ്മളെ ടീമിനുള്ള വരികളൊക്കെ രചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷം വർഷം ഈ കലയ്ക്ക് നമ്മൾ സംഭാവന നൽകിക്കൊണ്ട് കലയെ കൂടുതൽ ജനകീയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. എന്തായാലും അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എ ഗ്രേഡ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഹരിത. ഇവിടെ നാളെയാണ് മത്സരം. പക്ഷെ അവർ ഇപ്പോൾ തന്നെ സജീവമാണ്. അതായത് ഈ വേദിയും ഈ പരിസരവുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെടുന്നതിന് വേണ്ടി, അത് അവരുടെ മത്സരത്തിൽ അവരുടെ ക്ഷമതയെ കൂടുതൽ നന്നാക്കും. അതാണ് ഇവിടെ നിന്നും അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഈ കോൽക്കളി മത്സരവുമായിട്ട് പല വേദികളിലും, ഇതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുൻപിലും, അതുപോലെ തന്നെ ഈ പരിസരങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ കോൽക്കളി അവതരിപ്പിക്കുക, ഒപ്പം തന്നെ ഈ പരിസരങ്ങളൊക്കെ കാണുക, അതിനു വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി മത്സരങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നിൽക്കുന്നത് വേദി 1ന്റെ മുൻപിലാണ്. ഇവിടെ കുച്ചിപ്പുടി മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ ഈ മത്സരം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ സമയക്രമം കൃത്യമായി പാലിക്കുന്നു എന്നതാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എങ്കിലും സമയക്രമം പാലിക്കാനായിട്ട് പരമാവധി
കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇവിടെ വേദി ഒന്നിൽ കുച്ചിപ്പിടി മത്സരം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് വേദികളിൽ അനുസൃതമായിട്ടുള്ള ചാർട്ട് പ്രകാരമുള്ള എല്ലാ മത്സരങ്ങളും ആരംഭിച്ചു. ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക്, അതായത് അതിന്റെ ഒരു മുറുക്കത്തിലേക്ക്, ഈ കലോത്സവത്തിന്റെ ഒരു മുറുക്കത്തിലേക്ക് പോവുകയാണ്. വലിയ മത്സരങ്ങൾ നടക്കുന്നു. അതിന്റെ പോരാട്ടം വീര്യത്തിലേക്ക് ഈ കലോത്സവം എത്തി നിൽക്കുന്നു എന്നതാണ് ഇവിടെ നിന്നും നമുക്ക് പറയാനുള്ളത്. കുട്ടികളെല്ലാവരും ആവേശത്തിലാണ്. ഇന്നത്തെ ദിവസം സജീവമായി വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ആളുകൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും മത്സരങ്ങളെല്ലാം തന്നെ ഓരോ വേദികളിലും ആരംഭിച്ചു കഴിഞ്ഞു. ഹരിത, അശ്വതി, അതേസമയം ഇപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മറ്റൊരു പ്രധാന ഘടകമായി വരുന്നത് ഈ മത്സര ഇനങ്ങളിൽ ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ വരുന്ന അപ്പീലുകൾ പോകുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ, ഏതെങ്കിലും മത്സര ഇനത്തിന് കൂടുതൽ അപ്പീലുകൾ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അപ്പീലുകൾ ഒരു വലിയ ഘടകം തന്നെയാണ്. അത് എല്ലാ മത്സരങ്ങളിലും, പ്രത്യേകിച്ച് ജില്ലാതലം മുതൽ തന്നെ ഈ അപ്പീലിന്റെ വലിയൊരു അപ്പീൽ പ്രളയം ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. ഇത്തവണത്തെ മത്സരത്തിലും അത് സമാനമായ രീതിയിൽ നിരവധി അപ്പീലുകൾ ഇന്നലെ ഉണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘനൃത്ത മത്സരത്തിലടക്കം, ഇന്നലെ തിരുവാതിരകളിയിലടക്കം അത്തരത്തിലുള്ള അപ്പീലുകളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എ ഗ്രേഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പീലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൂടുകയാണെങ്കിൽ, ഈ പ്രവണത കൂടുകയാണെങ്കിൽ അത് മത്സരത്തെ വലിയ രീതിയിൽ ബാധിക്കും. മൊത്തം ഈ കലോത്സവത്തെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങൾ, ഇനി അടുത്ത തവണ മുതൽ പുതിയൊരു മാനദണ്ഡം, ഈ അപ്പീൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പുതിയ മാനദണ്ഡം കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അപ്പീൽ പ്രളയം ഉണ്ടാവുകയാണെങ്കിൽ, അത് അനിയന്ത്രിതമായി തുടരുകയാണെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അത് സർക്കാർ ആലോചനയിലാണ്, സർക്കാർ പരിഗണിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ കൂടി കൊണ്ടുവന്ന അത് നിയന്ത്രിക്കും എന്നതാണ്. ഒപ്പം തന്നെ ഇവിടെ ജഡ്ജസുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ വലിയൊരു സ്ക്വാഡും ഇവിടെയുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിന് സ്വാധീനം ചെലുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിനും കൃത്യമായിട്ട് അറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്, നടപടിയെടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വിജിലൻസിന്റെ സ്ക്വാഡും ഉണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ വലിയ സുരക്ഷ ഈ വിഷയത്തിൽ ഒക്കെ തന്നെയുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിനും മറ്റു കാര്യങ്ങളുമായിട്ട് പോലീസിന്റെ വലിയ സന്നാഹം ഇവിടെയുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരങ്ങളുടെ വേദികളെല്ലാം തന്നെ സജീവമായിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. എന്തായാലും കൃത്യമായി ഈ മത്സരങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമയക്രമം പാലിക്കാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടു, ചെറിയ വ്യത്യാസങ്ങൾ, 1-2 മണിക്കൂറിന്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും, ചില മത്സരങ്ങളിൽ മാത്രമുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ സമയക്രമം പാലിക്കാനായിട്ട് സാധിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ആഘോഷങ്ങൾ, കലോത്സവ ആഘോഷങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഹരിത, അശ്വതി, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനമായി ഇന്ന് ഇപ്പോഴും കണ്ണൂർ മുന്നിലാണ്. പാലക്കാടും കോഴിക്കോടും തൊട്ടു പുറകിൽ ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. അവിടെ നിന്നുള്ള വാർത്തകൾ വരും നിമിഷങ്ങളിലും അശ്വതിയും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുമെന്നാണ് പ്രതീക്ഷ. കലോത്സവ വേദിയിലെ കളർഫുൾ ഐറ്റമായ സംഘനൃത്തത്തിൽ എ ഗ്രേഡോടെ മടങ്ങിയിരിക്കുകയാണ് ഗോത്ര വിഭാഗത്തിലെ 7 പെൺകുട്ടികൾ. അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്.